നല്ല സ്നേഹമായിരുന്നു. ഞങ്ങൾ ഈ ഇന്ത്യയിൽ മൊത്തം കച്ചവടത്തിന് പോകുന്ന ആൾക്കാരാണ്. ഞങ്ങളാ ഈ പി സി ജോർജിൻ്റെ കാര്യങ്ങൾ കേരളത്തിലുള്ള ഓരോ വീടുകളിൽ പോകുമ്പോഴും കടകളിൽ പോകുമ്പോഴും ഞങ്ങളുടെ നാട്ടുകാരനാണ്, നല്ല മനുഷ്യനാണ്, ഞങ്ങൾക്ക് എന്നാ ഉപകാരങ്ങൾ വേണേൽ കിട്ടുന്ന ആളാന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് മൊത്തം ഞങ്ങൾ എവിടെ പോകുന്ന അവിടെയൊക്കെ എവിടെ വരുന്നതെന്ന് ചോദിക്കുമ്പോഴേ ഈരാറ്റുപേട്ടെന്ന് പറയും, നിങ്ങൾ പൂഞ്ഞാറുകാരാ അല്ലേ, ആ ജോർജിൻ്റെ ആൾക്കാരാണ്, ജോർജിൻ്റെ നാട്ടുകാരാണ് അങ്ങനെ പറയും. അത് ഞങ്ങളൊരു അതെ ഞങ്ങൾ ജോർജിൻ്റെ നാട്ടുകാരാണ്. അപ്പം ജോർജ് എങ്ങനെ ഉണ്ട്, നല്ല ആളാന്ന് പറയും. ഇപ്പോൾ ജോർജിന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വർഗീയത ഉണ്ടാക്കി നാട്ടിൽ പുള്ളിക്കാരനെ ജയിക്കണം, ഇല്ലേ പുള്ളിക്കാരൻ പിടിക്കുന്ന ജയിക്കണം, അതാ പുള്ളിക്കാരൻ്റെ ആഗ്രഹം. അല്ല പുള്ളി അങ്ങനെ ചിന്തിക്കാം, മുസ്ലിംസിനെ വെറുപ്പിച്ചുകൊണ്ട് അങ്ങനെ പുള്ളി അങ്ങനെ അറിഞ്ഞുകൊണ്ട് സമുദായത്തെ അതുകൊണ്ടല്ലേ ഈ പ്രാവശ്യം തമ്മിലടിപ്പിച്ചിട്ടല്ലേ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും ഒരുമിപ്പിക്കാൻ നോക്കി മുസ്ലിങ്ങളെ വേർതിരിച്ച് വോട്ട്. ഞങ്ങളിവിടെ എന്നും ക്രിസ്ത്യാനിക്ക് തന്നെ വോട്ട് ചെയ്യുന്നത്. ഞങ്ങൾ മുസ്ലിങ്ങളോട്, ഞങ്ങൾക്ക് ക്രിസ്ത്യാനിയോടും ഹിന്ദുവിനോടൊന്നും വെറുപ്പുമില്ല. ഞങ്ങൾ ഇന്ന് സ്നേഹിക്കുന്ന ആൾക്കാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഈ ലോകത്തുള്ള മനുഷ്യരിൽ മൊത്തം നല്ല ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എൻ്റെ മനസ്സിൽ. അത് തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ മനസ്സിലുള്ളൂ. ഉണ്ടാക്കലെന്ന് ഓർത്ത് ഞങ്ങൾ ഈരാറ്റുപേട്ടക്കാരൻ ക്ഷമിക്കുകയാണ്, മനസ്സിലായോ? വളരെ ക്ഷമയും ദയവുള്ളവരാണ് പേട്ടക്കാരൻ മുസ്ലിങ്ങൾ. ഇവനിട്ട് വല്ലതും ചെയ്യാൻ അറിയാമെന്നിട്ടല്ല. അതെ മുസ്ലിങ്ങളാണ് ഇവനെ കയറ്റി വെച്ചത്. ഇവനിപ്പോൾ ഏറ്റവും വലിയ വർഗീയവാദിയായി. പിന്നെ ഇവിടെ ഒരു വർഗീയതകളും വേണമെന്ന് വെച്ച് ഇവിടുത്തെ ഇമാമിങ്ങളും മുസ്ലിങ്ങളും മിണ്ടാതിരിക്കുക, അല്ല ഇവനെ ശരിയാക്കാൻ അറിയാമെന്നിട്ടല്ല. അല്ല പുള്ളിയുടെ പിന്നിൽ ആരെങ്കിലും വിജയിപ്പിക്കാറുണ്ട്. എലക്ഷൻ വന്നപ്പോൾ 1980 കാലങ്ങളിൽ ഞങ്ങൾ ജോർജിനെ ഇവിടെ കൈ കൊണ്ടു നടന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് 22,700 വോട്ടിന് ജയിച്ച പാർട്ടിയാണ്. എന്ത് പോയാലും അവിടെ സാധിച്ചു കിട്ടുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുസ്ലിങ്ങളെ ഒന്നടക്കം തെറി പറഞ്ഞു. ഇന്നലെ മകൻ പറയുന്നു ഇന്ത്യയിലുള്ള ഇവിടെ ഈരാറ്റുപേട്ട മുസ്ലിങ്ങൾ മാത്രമാണ് ഞങ്ങളിവിടെ തീവ്രവാദം എന്ന് പറയുന്നത്, ബാക്കിയുള്ളിടത്തിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. ഈരാറ്റുപേട്ടയിലല്ലോ ഈ തീവ്രവാദത്തിൻ്റെ ഓട്ടം ഉണ്ടെങ്കിൽ ആ ഓട്ടം ഉണ്ടല്ലോ അദ്ദേഹം ജയിച്ചത്. പി ഡി പിക്കാരെ എതിർത്ത് പറയുന്നത്, പി ഡി പിക്കാരുടെ 16,000 വോട്ട് കൊണ്ട് പുള്ളി ജയിച്ചു. അല്ലല്ലോ ഇവിടെ മൊത്തം മുസ്ലിങ്ങളല്ലേ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പുള്ളി ഇവിടെ പണ്ട് എങ്ങനെയാണെന്നറിയാം, ഞങ്ങളുടെ എല്ലാം ഒരു വീട്ടിലൊരു വിരുന്ന് വെച്ചാൽ ഓടിയെത്തുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് ഞങ്ങൾ അതുപോലെ സ്വീകരിച്ചിരുന്നത്. അടുക്കള കയറി പപ്പടവും പൊരിച്ച് കഞ്ഞിയും കുടിച്ച് ചെയ്യുന്ന ഇന്ന് രാജാവായിട്ട് ജീവിക്കായിരുന്നു. അദ്ദേഹം അത് കളഞ്ഞു. ആരുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ കുഴപ്പമല്ല. അപ്പം ഞങ്ങളെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഇങ്ങനെ പഴിയാരി ഞങ്ങളെ കുറ്റം പറഞ്ഞാൽ ഞങ്ങളെ തീരുമാനിച്ച് വീട്ടിലിരുത്തണമെന്ന് പറഞ്ഞാൽ ഇനിയും ഇരുത്തും. അതോടുകൂടി ആ രാഷ്ട്രീയവും തീർന്നു, പുള്ളിയുടെ മകൻ്റെ രാഷ്ട്രീയവും തീർന്നു. ഇനിയും പൂജാർ നിയോജകമണ്ഡലത്തിൽ ഒരു ഇലക്ഷൻ വന്നാൽ നേരിടുന്ന ക്രിസ്ത്യാനി സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇവിടെ. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ഇന്നേ കാലം വരെ ഒരു പാർട്ടിക്കാരനെ നിർത്തിയിട്ടില്ല, ലീഗുകാർ നിർത്തിയിട്ടില്ല, STPക്കാർ നിർത്തിയിട്ടില്ല, ആരും നിർത്തിയിട്ടില്ല, ആരും മുസ്ലിമിന് വേണ്ടി വോട്ടും ചെയ്യുന്നില്ല. ഞങ്ങൾ എന്നും വോട്ട് ചെയ്തിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇവിടെ നിൽക്കുന്ന പൂഞ്ഞാറ് നിൽക്കുന്ന ഞങ്ങൾ ജാതിയോ മതമോ ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല. പാർട്ടി നോക്കുന്നവർ പാർട്ടി നോക്കുന്നു, വോട്ട് ചെയ്യുന്നു. അല്ലാതെ അതിനപ്പുറത്തോട്ട് ആരും ചിന്തിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ഇനി ഒരാൾ വന്നാലും ഞങ്ങൾ വോട്ട് ചെയ്യാൻ സമ്മതം. ഞങ്ങളുടെ കൂടെ സഹകരണമുള്ളവർ ഞങ്ങൾ ജയിപ്പിക്കല്ല. വെളിയിൽ നിന്നൊരു പാർട്ടി ഞങ്ങൾ വരുന്നു, ഞങ്ങളുടെ കൂട്ടർ ഇവിടെ നിൽക്കുന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരോ. പക്ഷേ ഞങ്ങളുടെ നാടിന് വേണ്ടി വികസനം ചെയ്ത് ഇവിടെ വോട്ട് മേടിച്ചിട്ട് നിയമസഭയിൽ പോയിട്ട് അവൻ അവിടെ കൊള്ളത്തില്ല, ഇവൻ ഇവിടെ കൊള്ളത്തില്ല എന്ന് പറയുന്നത് മാത്രം മോശമാണ്. അതിൻ്റെ അനുഭവമാണ് പുള്ളിയുടെ പാഠം. അതുകൊണ്ട് പുള്ളിയുടെ രാശിയായി പുള്ളി തന്നെ തൊലച്ചു കളഞ്ഞു. വേറെ ഒന്നും പറയാനില്ല. നല്ലത് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. ഒരു കാര്യം ഉണ്ടല്ലേ, 1980 കാലം മുതൽ പുള്ളി വികസനം ചെയ്ത് ഒരു കാര്യം പോയി നടക്കാതെ നേരിട്ട് പോയാൽ നമ്മൾ സാധിച്ചു കിട്ടും. വേറെ റെക്കമെൻഡ് വേണ്ട. അതൊക്കെല്ലാം നല്ല പറയുന്നുണ്ട്, ഇല്ലെന്നല്ല പറയും. പക്ഷേ പുള്ളിയുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ മോശമായി പോയി. അത് അംഗീകരിക്കണം. മുസ്ലിങ്ങളെ ഒരു കാലത്തും കുറ്റം പറയാൻ പറ്റില്ല. മുസ്ലിമിൻ്റെ വോട്ട് കൊണ്ടാണ് ഇദ്ദേഹം ജയിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങളെല്ലാം ഒത്തിരി പാർട്ടി പ്രവർത്തനം വേണ്ടി ചത്തുകെട്ട് നടന്നതാണ്. പോസ്റ്റ് അടിച്ച് കുതിരയുടെ ചിഹ്നത്തിൽ മത്സരിച്ച കാലം മുതൽ ഞങ്ങളുടെ കേരള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിമാരായിരുന്നു TV എബ്രാഹും ഇദ്ദേഹം കൂടെ. ആ TV എബ്രാഹത്തിനെ ഓടിച്ചു വിട്ട് സ്വന്തം തട്ടകത്തി പുള്ളി ഒരാളെ വളർത്തുകയല്ല, അങ്ങനെയുള്ളൊരു ചിന്തയാണ്. അങ്ങനെ ജയിച്ച് ഇവിടെ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിച്ച് നിൽക്കാവുന്ന ഓർത്ത പാർട്ടിക്ക് ഇങ്ങനെ അപംഭാവം വന്നു. അങ്ങനെ വന്നു. ഇനി ഒരു കാലത്തും ഈ ഞങ്ങളുടെ വോട്ട് കൊണ്ട് അദ്ദേഹം ജയിക്കുകയല്ല, യാതൊരു അംശവുമില്ല. വേറെ ഏതെങ്കിലും പാർട്ടി വരട്ടെ, വെളിയിൽ നിന്നുള്ള നിങ്ങളുടെ ക്രിസ്ത്യാനികളായിരിക്കും വരുന്നത്. അവരെല്ലാം ഞങ്ങൾ ജയിപ്പിക്കുകയും ചെയ്യും, പിറക്കുകയും ചെയ്യും. മുസ്ലിം മാത്രം കുറ്റം. ഇതെല്ലാം കമ്പനിക്കാരെ ഇവിടെ ഉള്ളവരല്ല, ഇവരുടെ വോട്ട് കൊണ്ട് ജയിച്ചവരാ. അദ്ദേഹം ഭയങ്കര വലിയ കേരള കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം തിരിക്കുന്നത്. PCകാരൻ്റെ ഫലം അദ്ദേഹം ഞാൻ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഇപ്പോൾ ഇവരും കുറ്റപ്പെടുക, നിങ്ങളെല്ലാം PCകാരൻ്റെ ആളല്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നു. കോൺഗ്രസിൽ ഇരുന്നപ്പോഴും പുള്ളിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്, സ്വതന്ത്രനായിട്ട് ഇരുന്നപ്പോഴും കിട്ടിയിട്ടുണ്ട്, പിന്നെ CPM നിന്നപ്പോഴും കിട്ടിയിട്ടുണ്ട്. പുള്ളിനെ ആരാ ദ്രോഹിച്ചിരിക്കുന്നത്? പുള്ളിക്ക് നല്ല ഇത്രയും കാലം ജനങ്ങൾ ഒരു നേതാവ് നിന്നാൽ വോട്ട് ചെയ്യാന്നുള്ളത്, അതെല്ലാവരും നല്ല രീതിക്ക് അയൽവാസികൾ നാട്ടുകാരെന്നുള്ള രീതിക്ക് എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഇനി ഒരു മാറ്റം
ഇനി ഉണ്ടായിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളല്ലേ? ഞങ്ങൾ മുസ്ലിങ്ങൾ തീവ്രവാദികളാണോ? ഞങ്ങൾ ലോകം മൊത്തം പോകുന്ന ആൾക്കാരാ. പോകുന്ന വീട്ടുകാർക്കും കടക്കാർക്കും എല്ലാം അറിയാം, നാട്ടുകാർക്ക് അറിയാം. ഈരാറ്റുപേട്ടക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആർക്ക് എവിടെ പോയാലും ഞങ്ങൾ ഉപകാരം ചെയ്യാൻ നോക്കും. ഞങ്ങളെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു മൈക്ക് കിട്ടാനോ ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ചാനലിന് മുമ്പിൽ നിന്ന് പറയാൻ അവസരം കിട്ടാത്തതുകൊണ്ട് മാത്രം ഇത്രയും കാലം ആരുടെയും തുറന്നു പറയാൻ സാധിച്ചിട്ടില്ല. ഞാനൊക്കെ ഈ ഒരുപാട് ഈ എസ്റ്റേറ്റുകളിൽ അച്ഛന്മാരൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെടുന്ന ആളാണ്. അച്ഛന്മാരോട് ഞാൻ പറയും, ഞങ്ങളെപ്പോലെ എന്നെപ്പോലെയുള്ള തന്നെ ഈ മുസ്ലിങ്ങളെ എല്ലാവരും ഒരു 80%, പിന്നെ എല്ലാ മതത്തിലും ചള്ള ആൾക്കാരും നല്ല ആൾക്കാരും കാണും. അപ്പോൾ അച്ഛനൊക്കെ കുർബാനൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് പറയണം, ഇന്നപോലെ നാട്ടിൽ വർഗീയത ഉണ്ടാവില്ല, നിങ്ങൾ നല്ലൊരു മനുഷ്യരോട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ അവർ ചിലപ്പോൾ ക്രിസ്ത്യാനി മാത്രം കിടക്കുന്ന ആൾക്കാരായിരിക്കും, അവരോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ വെച്ചാന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അല്ല അവരോടത്തും വർഗീയത ഉണ്ടാക്കണമെന്നോ? ഇത് കേരളമല്ല, ഇത് കേരളം ഇനി മുമ്പോട്ട് ഇതിന് മുമ്പാട് വർഗീയത ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനിയുള്ള കാലങ്ങളിൽ വർഗീയത ഉണ്ടായാലും എല്ലാവരും നല്ലപോലെ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ പറയുന്ന പി സി ജോർജിനെ പറ്റിയുള്ള അഭിപ്രായം. പി സി ജോർജിനെ പറ്റിയുള്ള അർച്ചനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ പോരെ? എന്തോ അർച്ചനെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞാൽ മതി. 100% യോജിക്കുന്ന അർച്ചന. അറസ്റ്റ് ചെയ്യേണ്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമുദായമായിട്ട് വളരെ അടുപ്പം ഉണ്ടായ ആളാണല്ലോ. വളരെ അടുപ്പമായിരുന്നു, ഞങ്ങളൊക്കെ ആയിട്ട് വലിയ അടുപ്പമായിരുന്നു നേരത്തെ. പി സി ജോർജിനെ ജയിപ്പിച്ചു വിട്ടതും ഒക്കെ തന്നെ മുസ്ലിം സമുദായമാണല്ലോ. അതെ അതെ. കാരണം പലപ്പോഴും അദ്ദേഹത്തെ മറ്റുള്ള കത്തോലിക്ക സമുദായം പോലും പിന്തള്ളിപ്പ് പോലും അദ്ദേഹത്തിന് ചേർത്ത് നിർത്തിയത് മുസ്ലിം സമുദായമാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടാണ് പുള്ളിയുടെ സംസാരത്തിൽ തന്നെയാണ് വളരെ മോശമായിട്ട് സംസാരിക്കാൻ. അത് മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെയും പി സി ജോർജിനെ തമ്മിൽ അകറ്റാൻ ആരെങ്കിലും ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. പുള്ളി തന്നെയാണ് ഒരു ചങ്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് വ്യക്തിപരമായ അഭിപ്രായം ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കഴിവുള്ള ആളാണെന്നോ? നല്ല കഴിവുള്ള ആളാണ്, വികസനം നടത്താൻ എല്ലാം കഴിവുള്ള ആൾ തന്നെയാണ്. വളരെ ഇതിനെന്തെങ്കിലും മഞ്ഞുരുകോ ഈ പരാമർശിക്കും മുസ്ലിംസും? ഇതിന് ഹൃദയത്തിൽ നിന്ന് മാറുകയല്ല, അതുപോലത്തെ സംസാരമാണ് സംസാരിക്കുന്നത്. എല്ലാവരുടെയും ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരമാണ്. അത് പിടിയുന്ന ബി ജെ പിയിലേക്ക് പോയതിന്റെ പേരിലാണെന്നോ? ബി ജെ പിയിലോട്ട് പോയ വേറെ ആരും അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ. അല്ലാതെ അതിന് അവരെ സ്വാധീനിക്കാൻ വേണ്ടി അങ്ങനെ ഒരു തള്ളി പറയുന്ന ഒരു നിലപാട് പി സി ജോർജ് അതിനു മുമ്പും പുള്ളി പറയുമായിരുന്നല്ലോ. അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ. ആണല്ലേ? അല്ലേ, പറയുമായിരുന്നു. ഇടയ്ക്ക് അവസാനം അങ്ങനെയല്ലേ തോറ്റത്. ഓക്കെ. അല്ല തീർച്ചയായിട്ടും ആ സമുദായം വിട്ടപ്പോൾ അകന്നെ പിന്നെയാണ് പുള്ളിക്ക് ഇവിടെ ഒരു ഇത് മാറി. അല്ലെങ്കിൽ പുള്ളി സ്വതന്ത്രനായിട്ട് വന്നപ്പോഴും ആ സമുദായത്തിന്റെ പിൻബലം കൊണ്ടാണ് ജയിച്ചത്. നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അതാണ് അറിയാൻ പറ്റുന്നത്. മുസ്ലിം സമുദായം പിന്തുണച്ചത് നല്ല എല്ലാവരും വോട്ട് ചെയ്താ. LDF എന്നോ UDF എന്നോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരും. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി BJP നിയമസഭയിൽ പോവുകയും കറുത്ത ഇത് ധരിക്കുകയും അത് കഴിഞ്ഞ പിന്നെയാണ് ഇങ്ങനെ ഒരു പരാമർശങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ വ്യക്തിപരമായി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ പൂജാറിന് വേണ്ടി? ചെയ്തിട്ടൊക്കെ ഉണ്ട്, പലർക്കും ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഡ്രൈവർ ഒരു മുസ്ലിമാണ്, സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് പറയുന്നത്. ഇപ്പോഴാണെന്ന് അറിയില്ല. പി സി ജോർജിനെ അറസ്റ്റുമായിട്ട് വർഗീയ പരാമർശം നടത്തുന്നത് 100% ചെയ്യണം. കാര്യം വ്യക്തിപരമായിട്ട് പറയുകയാണ്. കാര്യം ഒരു സമുദായത്തിനെയാണ് ആക്ഷേപിച്ചേക്കുന്നത്, ഒരു വ്യക്തിനെ അല്ലല്ലോ. ഒരു വ്യക്തിനെയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു സമുദായത്തിനെയാണ്, ഒരു സംഘടനയെയും അല്ല. കാര്യം ഇവിടെ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിമത ഭേദമന്യേ ഏത് വീട്ടിലും കയറി ഇറങ്ങാവുന്ന ഒരു വ്യക്തിയായിരുന്നു പി സി ജോർജ്. ഇന്നിപ്പം ആ നിലപാടല്ല. അല്ല പുള്ളി അത് മനഃപൂർവ്വം വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്, അല്ല പാർട്ടിയിൽ നിന്ന് പറഞ്ഞാൽ ബന്ധമല്ലല്ലോ മുസ്ലിം അല്ല. പല സംഭവങ്ങളുമായിട്ടും പുള്ളി ആക്ഷേപിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന് വ്യക്തിപരമായിട്ടാണ് ആക്ഷേപിച്ചത്. ഇപ്പം BJP പിടിച്ച് നിൽക്കാനാണോ എന്നും അറിയത്തില്ല. മുസ്ലിംസിനെ സമുദായത്തെ തള്ളി പറഞ്ഞുകൊണ്ട് നിലനിൽപ്പുണ്ടോ പുള്ളിക്ക് പൂഞ്ഞാറ്റില്ല? ഇല്ലല്ലോ. 100% കിട്ടുകയില്ല. കാര്യം എല്ലാവരും ബിഡ്ഡുകളല്ലല്ലോ, മുസ്ലിം മാത്രമല്ലല്ലോ ഇവിടെ. ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിവർണ്ണ പതാക പോലെ 3 ജനസമൂഹങ്ങളും ജീവിക്കുന്നവരാണ്. എല്ലാവരും ബിഡ്ഡുകളല്ലല്ലോ, എല്ലാ സമുദായത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലേ, ഒരു കാലത്ത് പുള്ളിയെ ഏറ്റവും കൂടുതൽ ചങ്കോട് ചേർത്ത് പിടിച്ചവരാണ് സമുദായമായിരുന്നു മുസ്ലിം സമുദായം. ഈരാറ്റുപേട്ടയിൽ മൊത്തം സമുദായം, ഈരാറ്റുപേട്ട മുസ്ലിം സമുദായം അല്ല, എല്ലാവരും നിർണായക നിമിഷത്തിൽ പുള്ളിക്ക് അങ്ങനെ കാഴ്ചപ്പാട് വരാനും അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരാനെന്നുള്ള ഇവിടുന്ന് എല്ലാവരും പിന്താങ്ങിക്കൊണ്ടിരുന്നവർ പുറന്തള്ളപ്പെട്ടു. അപ്പോഴത്തേക്കും വ്യക്തിപരമായിട്ട് പുള്ളിക്ക് BJPയിലോട്ട് പോകണമെന്ന് തോന്നി കാണുന്നു. വ്യക്തിപരമായിട്ട് പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്? വ്യക്തിപരമായിട്ട് ആദ്യം നല്ല മനുഷ്യനായിരുന്നു. എന്ത് ചേഞ്ച് വന്നെന്നുള്ളത് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ട് നിങ്ങൾ കാണാറും അടുക്കാറും ഒക്കെ ഇല്ല. ഇതുണ്ടായിട്ടില്ല. ഇല്ല. കാണാൻ ശ്രമിച്ചിട്ടും കാണാൻ തോന്നുകയല്ലോ, മനസ്സുകൊണ്ട് വെറുത്ത് പോയില്ലേ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി കുഴപ്പമില്ല. പി സി ജോർജ് എത്ര വോട്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ പി സി ജോർജ് 3 പ്രാവശ്യം ക്ഷമ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നല്ലോ. മുട്ട വിരിയുന്നത് പൂ വിരിയല്ലോ, ഹൃദയത്തിലുള്ള തന്നെ വെളിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് പിന്നെ അത് വിരിയുന്നത്? ആ ക്ഷമയല്ലല്ലോ. പുഞ്ചിരിയും ചിരിയും രണ്ടല്ലേ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇത്രയും മോശമായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, ഒരു കാലത്ത് മുസ്ലിംസിന്റെ ചങ്കായിരുന്നല്ലോ. തീർച്ചയായും ഞങ്ങളാണ് പുള്ളിയെ ജയിപ്പിച്ചത്. ഓരോ വീട്ടിലും കഴിച്ചോണ്ടിരുന്ന പാർട്ടിയാണ്. ഇവിടെയുള്ള നാട്ടുകാരോട് ചീട്ടും കളിച്ച് കറക്കി പൊത്ത് നടന്ന ആളാ. അത്രയും സ്നേഹമായ ആളാണ്. ഞങ്ങളാണ്
പറഞ്ഞിട്ടാണ് കയറ്റി വിട്ടത്. എന്നിട്ട് ഞങ്ങൾക്ക് പണി തരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ഒരു പണി കൊടുത്തു. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, പുള്ളിയുടെ വ്യക്തിപരമായിട്ട് ഇതെല്ലാം മാറ്റി വെച്ചാൽ പുള്ളിയെ പറ്റി വ്യക്തിപരമായിട്ട് പഴയതാണല്ലോ അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഒരു അഭിപ്രായമില്ല. പഴയതാണ് നല്ല അഭിപ്രായമായിരുന്നു. ഇപ്പോൾ യാതൊരു അഭിപ്രായമില്ല. ഞങ്ങളുടെ ആൾക്കാരെ വീട് വഴി കയറി നടന്നുകൊണ്ടിരുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഒരു കാലത്ത് കത്തോലിക്ക സമുദായത്തിന്റെ എതിർപ്പ് പുള്ളിക്ക് നന്നായിട്ടുണ്ടായിരുന്നു, അച്ഛന്മാരെ ബിഷപ്പിന്റെ ഒക്കെ. കാരണം കെ എം മാണി സാറിന്റെ ഒക്കെ പിന്തുണ അന്ന് മുസ്ലിം സമുദായമാണ് ഏറ്റവും അധികം പുള്ളിയെ താങ്ങിയത്. അതുകൊണ്ടാണ് പുള്ളി ഇവിടെ പല തെരഞ്ഞെടുപ്പിലും ജയിച്ചത്, UDF മുന്നണിയായിട്ട്. പക്ഷെ ഒരു പിടിയുന്ന അങ്ങനെ ഒരു സമുദായമായിട്ട് അല്ല എതിർപ്പ് വരാൻ കാരണം ആരെങ്കിലും ഇതിന് പിന്നിൽ കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഈ പുള്ളി ഒറ്റ ഒരാളാണ് ഇതിന്റെ കാരണം. അതുപോലുള്ള മകനും അല്ല, ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിച്ചപ്പോൾ ആ സമയത്തും മുസ്ലിംസിന്റെ അന്ന് ഞങ്ങളെല്ലാം വോട്ട് ചെയ്ത് ജയിച്ചു. മൂന്നാമത് വന്ന ഏത് മുന്നണി നിന്നാലും വോട്ട് ചെയ്യായിരുന്നു ഇവിടുത്തെ ആൾക്കാർ. ഇപ്പം എങ്ങനെ നിന്നാലും ചെയ്യും. ഒരു മുന്നണിയിൽ ഇപ്പോൾ വോട്ട് ചെയ്യല ആരും. ഇത് മഞ്ഞുരുക്കത്തിലെ ഈ ഒരു വെറുപ്പിന് സമുദായമായിട്ടുള്ള വെറുപ്പും PC ജോർജും തമ്മിലുള്ള ബന്ധം ഒരു സമുദായത്തിനെ പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് പുള്ളിയുടെ താല്പര്യം പോയി. മഞ്ഞുരുക്കാൻ ഒരു സാധ്യതയില്ല. പോയി ഇനി ഉണ്ടാകുകയില്ല. അല്ല, പുള്ളി ക്ഷമയൊക്കെ പറഞ്ഞിട്ട് എത്ര പറഞ്ഞാലും പുള്ളി ഞങ്ങൾ അംഗീകരിക്കുക. ഈ കവല അംഗീകരിക്കുകയില്ല. ഇനി അംഗീകരിക്കുന്ന പരിപാടി ഇല്ല. ഇനി ഒരിക്കലും അംഗീകരിക്കില്ല. അല്ല, ഈ ക്ഷമ പറച്ചിലേ കാക്ക തീട്ടം നിന്നിട്ട് പറയുന്ന ക്ഷമ പറച്ചിൽ പോലുള്ള ക്ഷമ പറച്ചിലേ ഉള്ളൂ. അല്ലാതെ അത് കാര്യമായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഇപ്പോഴും PC ജോർജുമായിട്ട് വ്യക്തിപരമായിട്ട് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ എതിർപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കണ്ടിട്ട് വേണ്ടേ? കണ്ടാൽ തന്നെ ഞങ്ങൾ കാണുമ്പോഴത്തേക്ക് ഞങ്ങളെ വിളിക്കാതിരിക്കാൻ ഞങ്ങൾ കുനിഞ്ഞു പോകും. അത്രേ ഉള്ളൂ. അപ്പം നമ്മളെ അവിടെ ഇത് വെച്ച് കൈവക്കി കാണിച്ചാലും നമ്മൾ കാണാത്ത രീതിക്ക് നമ്മൾ പോകും. അല്ല, ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അതിപ്പോ പുള്ളിയുടെ തറവാട്ട് വകയൊന്നും അല്ലല്ലോ. അത് ചെയ്തിട്ടില്ല, ഒരുപാട് ചെയ്തിട്ടില്ല. പുള്ളിയുടെ അഭിപ്രായത്തെയൊന്നുമില്ല. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. സർക്കാരിന് കൊടുത്ത കാര്യങ്ങൾ പുള്ളി ഒരു പ്രതിനിധിയായിരുന്നു ചെയ്തു. സർക്കാരിന്റെ പ്രതിനിധിയായിരുന്നു പുള്ളി അത് ചെയ്തു. അവൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് പുള്ളിയുടെ ബാധ്യതയായിരുന്നു. അതുകൊണ്ട് ചെയ്തു. അല്ലാതെ പുള്ളിനെ വീട്ടിൽ നിന്ന് അല്ലപ്പോ അന്ന് ചെയ്യാൻ പുള്ളിക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു. പുള്ളി അത് ചെയ്തു. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സ്വന്തം വകയൊന്നും അല്ലല്ലോ ചെയ്തത്. അപ്പൊ അത് ചെയ്തത് പുള്ളി ഒരുപാട് ചെയ്തെന്ന് പറയാം. അല്ല, പുള്ളിയുടെ അടുത്ത ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ പുള്ളി അവരെ വെറുതെ വെറുതെ വിടാറില്ല എന്നൊക്കെ ഒരു അഭിപ്രായങ്ങൾ പണ്ടായിരുന്നു. അപ്പം ജയിക്കുകയും ചെയ്തായിരുന്നു. ഇപ്പം മാറിയില്ലേ? അല്ല, ഇന്നലെ ഷോൺ ജോർജ് പറഞ്ഞിട്ടില്ലേ, ഞാൻ എൻ്റെ അപ്പനുണ്ടാക്കിയ സ്റ്റേഷൻ, എൻ്റെ അപ്പനുണ്ടാക്കിയ കോടതി. അപ്പൊ എന്തോരം വെളിവുണ്ടവന്. അപ്പനിൽ അത്രയും പോലും വെളിവില്ല മകന്. ജോർജിനെ പറ്റി അറസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം ചോദിക്കാൻ വന്നതാണ്. PC ജോർജിനെ പറ്റി അഭിപ്രായം പറയുകയാണെങ്കിൽ അയാൾ 30 വർഷം MLA ആയിരുന്ന ആളാണ്. അയാൾക്ക് സാമാന്യബോധം ഇല്ലാത്തൊരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ഹിന്ദു മതമൈത്രിയായിട്ട് താമസിക്കുന്ന ഈരാറ്റുപേട്ടയിൽ വളരെ കാലം കൊണ്ട് പേരും പ്രശസ്തി അറിഞ്ഞിട്ട് ഈരാറ്റുപേട്ടയിൽ ഇതുപോലൊരു മത വിദ്വേഷം പറ്റുന്ന മനുഷ്യനില്ല. ഇയാൾ ഒരു കാര്യം ഓർക്കണമായിരുന്നു. ഇയാൾ ആദ്യം ജയിച്ചത് ഈരാറ്റുപേട്ടക്കാരുടെ 1200 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് 80 മത്സരിക്കുമ്പോൾ ജയിച്ചത്. ഇയാൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ജനിച്ചു വളർന്നു. ജീവിപ്രഭ ആദ്യം 80 ആദ്യമായിട്ടാണ് മത്സരം. അതാണ് അന്ന് 1500 ഈരാറ്റുപേട്ടക്കാരുടെ വോട്ടുണ്ടായിട്ട് VJ ജോസഫുമായിട്ട് മത്സരിച്ചപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അപ്പം ആ രീതിയിൽ ഇദ്ദേഹത്തിന് ശക്തമായി ഇനി പറയാത്ത രീതിയിലുള്ളൊരു നടപടി അയാളുടെ സ്വീകരിക്കേണ്ടതാണ്. കാരണം അറിയാം, ഈരാറ്റുപേട്ട ജനിച്ചു വളർന്ന് ഈരാറ്റുപേട്ട മുസ്ലിങ്ങളെ എല്ലാ സ്വഭാവവും അറിയാവുന്ന ഇങ്ങനെയുള്ളൊരു വ്യക്തി 30 വർഷം MLA ആയിരുന്നു. കുറേ കൂടുതൽ കാര്യഗ്രഹമുള്ള ഒരു വ്യക്തി ഇതുപോലെ തരംതാണ് സംസാരിക്കുന്നത്. അയാളെ ഏത് പേരിനോട് ഉപമിക്കാനെന്നുള്ള അറിയത്തില്ല. കാരണം മലയാള ഭാഷയിൽ അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മുസ്ലിം സമുദായത്തോട് അന്ധമായ വിരോധത്തിന് കാരണമില്ല. അയാളുടെ കുടുംബക്കാർ മുഴുവൻ മുസ്ലിങ്ങളുമായിട്ട് യോജിച്ച് ജീവിക്കുന്നതാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മധ്യത്തിൽ താമസിക്കുന്ന ആളാണ്. അപ്പം അയാൾക്ക് ഇടതിലും വലുതിനും സ്ഥാനമില്ലാതെ അവസാനം ഒന്നുമില്ലാതെ ഒരു സൈസ് ഈ ചില ജീവികൾ നടക്കുമല്ലോ, ഈ പേടയി അതുപോലെ ആയിപ്പോയി. അത് തന്നെയാണത്തെ കാര്യം. ഇത്രയുള്ള അയാൾ കുറേ കൂടെ ഇനിയെങ്കിലും മാന്യമായിട്ട് മത്സരിച്ചാൽ ജയിച്ചോ തൂക്കം എന്നുള്ളത് അപ്പോഴേ അറിയാം, അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കിട്ടണമെങ്കിൽ അയാൾക്ക് ഇനി ബുദ്ധിമുട്ടാണ്. കാരണം അയാൾ മുസ്ലിം സമുദായത്തിനെ അടച്ചാക്ഷേപിച്ചു. STPക്കാർ കഴിഞ്ഞ തവണ ഞങ്ങളൊക്കെ വർഗീയക്ഷികളെന്നൊക്കെ ഇവിടെ പറയുന്ന ഒരുപാട് ആൾക്കാർ STPക്കാരുടെ സപ്പോർട്ടുണ്ട്. അവരിവിടെ നിന്ന് എതിർക്കാൻ തുടങ്ങി. മുസ്ലിങ്ങളുടെ വോട്ടില്ലായിരുന്നെങ്കിൽ അയാൾ 1980 ജയിക്കത്തില്ലായിരുന്നു.
1200 വോട്ടേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വതന്ത്രനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ 2016 മരിച്ചപ്പോഴത്തേന് 20,000 LDF സ്ഥാനാർത്ഥിയെക്കാട്ടിലും LDF അതായത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരു നല്ലൊരു വിഭാഗമായ വോട്ട് ചെയ്തു. LDF സ്ഥാനാർത്ഥിയെക്കാട്ടി ഭൂരിപക്ഷം ജയിച്ചു. അപ്പം അയാൾ തന്നെ ഈരാറ്റുപേട്ടയിലൊക്കെ ആവശ്യമാണ്. ഇയാൾ കുറേ ഉപകാരങ്ങൾ നാട്ടുകാർക്ക് പലർക്കും ഒറ്റയ്ക്കും പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ചെയ്തിട്ടുണ്ട്. പൊതുകാര്യങ്ങളല്ല, പബ്ലിക്കായിട്ട് ഈ ആശുപത്രിയും ഇതൊന്നും പറ്റ അല്ലാതെ തന്നെ വ്യക്തിപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പലർക്കും. നല്ല കാര്യം. പക്ഷേ ഇയാൾ ഇങ്ങനെ എത്ര എന്താണല്ലോ എന്നാ ചെയ്യാൻ പറ്റും? അതിൽ നാളുകളിൽ മാറ്റം ഉണ്ടാകുകയല്ലേ? മാറ്റം ഉണ്ടാവുമല്ലോ എന്നുള്ള അയാളല്ലേ ചിന്തിക്കണം. നമ്മൾ സമുദായത്തോട് ക്ഷമ പറഞ്ഞായിട്ട് പത്രസമ്മേളനമൊക്കെ അല്ല, അയാൾ സംസാരത്തിനോട് ചെയ്യുമ്പോൾ അത് ആ പറയുന്ന വാക്കിനോട് നിങ്ങൾ എന്നെ അടിച്ചിട്ടേ നിങ്ങൾ പിന്നീട് ഒന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് അല്ല അടിക്കാതിരിക്കാൻ നോക്കുക. നമ്മൾ തമ്മിൽ വഴക്കുണ്ടായിരിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കുക. അത് കഴിഞ്ഞ അബദ്ധത്തിൽ പറ്റുമെന്നുള്ളതാണ്. അല്ല, PC ജോർജിനെ തകർക്കാനായിട്ട് മുസ്ലിം സമുദായമായിട്ട് അകറ്റിക്കൊണ്ട് പുള്ളിയെ തകർക്കാൻ വേണ്ടി കുറച്ചൊരു ശ്രമിച്ചു എന്നൊരു തോന്നുന്നു. അങ്ങനെ ഒരു തോന്നലില്ല, അങ്ങനെയില്ല. ഇല്ല പുള്ളി താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ചാടുന്നു എന്നുള്ളതല്ല. അങ്ങനെ അങ്ങ് ഒരു ഉദ്ദേശമില്ല. ആ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിലേ ആ പുള്ളി എനിക്കും ഗുണം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആ പുള്ളിയെ തകർക്കണമെന്നൊന്നുമില്ല. വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന ഒരു MLA, വിളിച്ചാൽ ഓടി വരുന്ന ഒരു MLA, അയാൾ ഇങ്ങനെ തരം താണു പോലെ തന്നെയായി. അതാണ് അതിനകത്തെ കാര്യം. ഒരു MLA ഒരു പൊളിറ്റിക്സ് ഉള്ള ആളല്ലേ. അയാൾ കുറേയൊക്കെ എല്ലാ ആൾക്കാരെയും കൈകാര്യം ചെയ്തുകൊണ്ട് പോകണ്ടേ. ഈരാറ്റുപേട്ടയിലല്ല, ലോകം മുഴുവനുള്ള മുസ്ലിങ്ങളാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവനും ഭീകരാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ അദ്വാനി പറഞ്ഞത് നീക്കാൽ കുറേ കൂടെ ഭംഗിയായിട്ടുണ്ട് അയാൾ പറഞ്ഞത്. അപ്പം അത് ശരിയല്ല. കാരണം അങ്ങനെ ജനിച്ച് പഠിച്ച് വളർന്ന സ്ഥലമാണ്. ഈ കവലയിൽ കിടന്ന് വളർന്ന ആളാണ്. ഷോണിനെ പറ്റി എന്താ അഭിപ്രായം? ഷോണിനെ പറ്റിയ അഭിപ്രായം, ഷോണിൻ്റെ ഭാവികൾ ഇയാൾ നശിപ്പിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.